ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. ദുബായ് വിമാനത്താവളത്തിൽ ഇനി ബാഗേജ് പരിശോധന വെറും 7 സെക്കൻഡിൽ അവസാനിക്കും. വേനലവധി തിരക്കിനെ നേരിടാൻ ദുബായ് വിമാനത്താവളങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളുമായി ദുബായ് കസ്റ്റംസ്. ജൂലൈ ആദ്യ പകുതിയിൽ 30 ലക്ഷത്തോളം യാത്രക്കാർ വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോകുമെന്നാണ് പ്രതീക്ഷ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷയും യാത്രാ സൗകര്യവും കൂടുതൽ ശക്തമാക്കിയത്. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ബാഗേജ് പരിശോധനയിലാണ്. അത്യാധുനിക സ്കാനിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെ ഇനി ഒരു യാത്രക്കാരന്റെ ബാഗേജ് വെറും 7 സെക്കൻഡിനുള്ളിൽ പരിശോധിക്കാൻ കഴിയും. പരിശോധനയുടെ വേഗം കൂട്ടിയെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ദുബായ് കസ്റ്റംസ് വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിലെ വിവിധ ടെർമിനലുകളിൽ 19 ആധുനിക ബാഗേജ് സ്കാനിംഗ് സംവിധാനങ്ങളും 77 പരിശോധനാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ തിരക്ക് കുറയ്ക്കാനും യാത്രക്കാർക്ക് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി യാത്ര തുടരാനും സാധിക്കും. അതേസമയം വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് ടെർമിനൽ 1, 2, 3 എന്നിവിടങ്ങളിൽ പ്രത്യേക പരിശോധനാ മുറികളും ഒരുക്കുന്നുണ്ട്. രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. UAEയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് ദുബായ് കസ്റ്റംസിന്റെ ട്രാവലർ ഗൈഡ് പരിശോധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്ന 3000 ദിർഹം വരെ വിലയുള്ള സമ്മാനങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി കസ്റ്റംസ് ഇളവ് ലഭിക്കും. അതിലധികം മൂല്യമുള്ള സാധനങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ബാധകമായിരിക്കും. സുരക്ഷയും യാത്രക്കാരുടെ സൗകര്യവും ഒരുപോലെ ഉറപ്പാക്കുകയാണ് പുതിയ നടപടികളുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈത്തിൽ അനധികൃത താമസക്കാരുടെ എണ്ണത്തിൽ കുറവ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയാണ് താമസ പ്രവാസി ജനസംഖ്യാ കണക്കുകൾ പുറത്തുവിട്ടത്. റെസിഡൻസി രേഖകളുടെ ക്രമീകരണ നടപടികൾ ബലം കാണുന്നതിനിടെ രാജ്യത്തെ വിദേശികളുടെ എണ്ണത്തിലും വർധനവ് തുടരുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രാജ്യത്ത് താമസ നിയമലംഘകരുടെ എണ്ണം 80,800 കുറഞ്ഞതായാണ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ബ്യൂറോയുടെ 2025 ഇമിഗ്രേഷൻ റിപ്പോർട്ട്. 2025 11,700 പുതിയ താമസ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും ആകെ നിയമലംഘകരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. നിയമലംഘകരുടെ രേഖകൾ ക്രമപ്പെടുത്താൻ സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഇതിന് കാരണമായെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. അതേസമയം കുവൈറ്റിലെ പ്രവാസി ജനസംഖ്യയിൽ വർധനവ് തുടരുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2025 അവസാനത്തോടെ സാധുവായ റെസിഡൻസി പെർമിറ്റുകളുടെ എണ്ണം 31.66 ലക്ഷമായി ഉയർന്നു. ഇത് മുൻവർഷത്തേക്കാൾ 4.7% കൂടുതലാണ്. റദ്ദാക്കിയ റെസിഡൻസി പെർമിറ്റുകളുടെ എണ്ണം 49,700 നിന്നും 47,200 കുറഞ്ഞു. സ്വകാര്യ മേഖലയിലെ വർക്കിംഗ് പെർമിറ്റുകളാണ് ഏറ്റവും വലിയ വിഭാഗമായി തുടരുന്നത്. താമസ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ബ്യൂറോ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉപയോഗിച്ച ഹെവി ട്രക്കുകളുടെ കാലാവധി കുറച്ചു. ഹെവി വാഹനങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. പുതിയ നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. വിദേശങ്ങളിൽ നിന്നും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് പുതിയ നിബന്ധന ബാധകമാകുക. 3.5 ടണ്ണിൽ കൂടുതൽ ചരക്ക് നീക്കം നടത്താൻ ശേഷിയുള്ള സെക്കൻഡ് ഹെവി ട്രക്കുകളുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇതുവരെ 10 വർഷമാണ് കാലാവധി അനുവദിച്ചിരുന്നത്. ഇനി മുതൽ 5 വർഷമായി കുറയും. ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഭേദഗതി വരുത്തിയത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്, വാണിജ്യ, ആഭ്യന്തര മന്ത്രാലയങ്ങളുമായി ഏകോപിപ്പിച്ചാണ് തീരുമാനം നടപ്പിലാക്കുക. ട്രക്ക് മോഡലുകളുടെ നിർമ്മാണ വർഷം മുതൽ 5 വർഷമാണ് കാലാവധിയായി പരിഗണിക്കുക. എല്ലാത്തരം മോഡലുകൾക്കും നിബന്ധന ബാധകമായിരിക്കും. രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് കരഗതാഗതം സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.